ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്രദമായ ഈ നല്ല നിമിഷത്തിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന അടിയങ്ങളുടെ കർത്താവേ, അടിയങ്ങളിതാ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ തക്കവണ്ണം പോകുന്നു. അങ്ങ് തന്നെ വചനം സംസാരിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു രൂപാന്തരമുണ്ടാക്കി, ഒരു മാറ്റമുണ്ടാക്കി, അതിൻ പ്രകാരം ഈ വചനങ്ങളെ അനുസരിപ്പാൻ തക്കവണ്ണം നീയുടെ ഞങ്ങളെ സഹായിക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നത് പാപത്തിൻ്റേതായിട്ടുള്ള ഒരു അനുഭവം. എപ്രകാരമാണ് പാപം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? ആദിമ മാതാപിതാക്കൾ ദൈവത്തോട് പാപം ചെയ്തു. അവർ അപ്രകാരം പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായതായിട്ടുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായി. അങ്ങനെ പാപം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതായിട്ട് വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നു. എന്നാൽ പാപത്തിന് മുൻപേ തന്നെ ദൈവ രക്ഷാപദ്ധതി ഒരുക്കിയിരുന്നതായിട്ട് വേദപുസ്തകം നമ്മളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇവിടെ റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി കളയുന്നതായിട്ടുള്ള ഒരു അനുഭവത്തിലാണ് ഇപ്പോൾ മനുഷ്യ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത്. പലരും പാപത്തിൻ്റേതായിട്ടുള്ള അനുഭവത്തിൽ കടന്നു പോകുന്നു. പലരും ചിന്തിക്കുന്നത് ഞാൻ പാപം ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെയും ചിന്തിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പാപം നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. പാപത്തിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പാപം നമ്മുടെ വാതിൽക്കൽ കിടക്കുന്നു എന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആ പാപത്തിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്നുണ്ട് എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കണം. ആ പാപങ്ങൾ എന്നേക്കുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുത്തണമെന്നുണ്ട് എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ രക്തം നമ്മെ ഓരോരുത്തരെയും കഴുകി ശുദ്ധീകരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പുള്ളൂ. കാരണം ദൈവം മുന്നമേ ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതി ഇപ്രകാരമാണ്. പുത്രനായ ക്രിസ്തു കടന്നു വന്ന് തൻ്റെ ജീവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമാക്കി തീർക്കും. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. അവൻ്റെ രക്തം കൊണ്ടാണ് നമുക്ക് ശുദ്ധി ഉണ്ടാകുന്നത്. എന്നാൽ പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ അനുഭവത്തിലേക്ക് നാം കടന്നു വരാത്തത്? പാപപങ്കുലമായിട്ടുള്ള ജീവിതത്തിൽ തന്നെ നാം മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവം ഇതൊന്നും അറിയുന്നില്ല, ദൈവം ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നാം ഓർത്തുകൊള്ളണം, നമ്മെ എപ്പോഴും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ദൈവത്തിനറിയാം എന്ന് നാം നോക്കണം. ഇവിടെ ഓർത്തുകൊള്ളണം. ഇവിടെ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത്. അപ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത് കൊണ്ട് അവൻ്റെ രക്തത്താലാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. അവൻ്റെ രക്തം കൊണ്ട് മാത്രമേ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം സാധ്യമാകുകയുള്ളൂ. അത് നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളണം. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളെ നാം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാനുള്ളൊരു മനോഭാവം നമ്മുടെ ജീവിതങ്ങളിൽ ഇല്ലാതെ പോകുന്നു. എന്തുകൊണ്ടാണ് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത്? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മതിയായ പ്രായശ്ചിത്യം ഉണ്ടാക്കി എന്നതിനാൽ മതിയായ തെളിവാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ക്രിസ്തു പാപത്തിൻ്റെ ശമ്പളമായിട്ടുള്ള മരണം ഏറ്റുവാങ്ങിയെങ്കിലും
പാപത്തിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് മരണമാണ്. നാം ഓരോരുത്തരും മരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു മരണപ്പെട്ടു. എന്നാൽ ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നു. അതുപോലെ നമ്മൾ പാപത്തിൻ്റെ ശമ്പളമായിട്ടുള്ള മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടൊരു അവസ്ഥയുണ്ട്. കർത്താവ് രണ്ടാമതായിട്ട് വീണ്ടും വരുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടൊരു അവസ്ഥയുണ്ട് എന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ മരണത്തിനൊന്നും നമ്മെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. ഈ നമ്മുടെ ശത്രുവായ സാത്താനൊന്നും നമ്മെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. നമ്മെ വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. അപ്രകാരം നാം ആ ദൈവത്തിൻ്റെ വചനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അന്ത്യത്തോളം നിലനിൽക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പാപപങ്കുലമായിട്ടുള്ള ജീവിതം നയിക്കാതെ നാം ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരനുഭവത്തിലേക്ക് നാം ആയിരിക്കണം. ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം എന്താണോ പറയുന്നത് അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരണം. പാപം നമ്മെ പാപിയായിട്ട് മുദ്ര കുത്തുവാൻ തക്കവണ്ണം സാത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ ചെറിയ ചെറിയ കുറ്റങ്ങളും കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം സാത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. സഖരിയ പ്രവചനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മഹാപുരോഹിതനായ യോശുവയെ പോലും കുറ്റം ചുമത്തുവാൻ തക്കവണ്ണം പ്രതിവാദിയായ സാത്താൻ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ആ മുഷിഞ്ഞ വസ്ത്രത്തെ ചൂണ്ടിക്കാട്ടിയാണ് സാത്താൻ അവിടെ സംസാരിക്കുന്നത്. അപ്രകാരം ആണ് എങ്കിൽ നമ്മൾ ഓരോരുത്തരിലും എത്രമാത്രം പാപങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു കലണ്ടർ എടുത്തതിന് ശേഷം ഓരോ ദിവസവും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒന്ന് എഴുതി നോക്കൂ. അങ്ങനെ എഴുതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും എന്തുമാത്രം ദൈവത്തിന് വിരോധമായിട്ടാണ് നാം പ്രവർത്തിക്കുന്നത്. ആ കലണ്ടർ നമ്മൾ മറ്റുള്ളവരെ കാണിക്കുവാൻ പോലും നമ്മൾ മടിച്ചു പോകാം. കാരണം അത്രമാത്രം പാപമാണ് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. എങ്കിലും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നാം ഒരിക്കലും പാപം ചെയ്യുന്നില്ല എന്ന്. അത് സാത്താൻ്റെ ഒരു വഞ്ചന തന്നെയാണ്. അത് നമ്മൾ ഓർത്തുകൊള്ളണം. നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ തന്നെ ശരിയാക്കുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് കടന്നു വരണം. നമ്മൾ ശോധന ചെയ്ത് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന് മുന്നമേ കടന്നു വന്ന യോഹന്നാനും സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് എന്താണ്? സർപ്പസന്തതികളെ നിങ്ങൾ മാനസാന്തരപ്പെടുവേൻ. അതിന് പുറകെ വന്ന കർത്താവായ യേശു ക്രിസ്തുവും നമ്മളോട് സംസാരിച്ചത് എന്താണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവാൻ. അതുപോലെ തന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാരും നമ്മളോട് സംസാരിച്ചത് എന്താണ്? മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം. ഇന്നും ദൈവത്തിൻ്റെ ദാസന്മാര് നമ്മളോട് സംസാരിക്കുന്നത് എന്താണ്? മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം. അപ്രകാരം പാപപങ്കുലമായിട്ടുള്ള ഈ ലോകത്തിൽ നിന്ന് മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. കാരണം ദൈവം ന്യായം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യായവിധിയുടെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദൈവം നമ്മുടെ ജീവിതങ്ങളെ ന്യായം വിധിക്കുന്നതായിട്ടുള്ള സാഹചര്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെയും ന്യായം വിധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം ഓർത്തുകൊള്ളുക, അന്ന് മഹാപുരോഹിതൻ സമാഗമന കൂടാരത്തിലേക്ക് കടന്നു പോകുമ്പോൾ വർഷത്തിലൊരിക്കൽ ആ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം പാപപരിഹാര ദിനത്തിൽ അവൻ കടന്നു പോകുമ്പോൾ ആ സമാഗമന കൂടാരത്തിന് ചുറ്റും ഇസ്രായേൽ മക്കളുടെ അവസ്ഥ എന്തായിരുന്നു? അവർ നിലവിളിക്കുകയായിരുന്നു, അവർ അനുതപിക്കുകയായിരുന്നു, ആത്മതപനം ചെയ്തുകൊണ്ട് തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു. ഇന്നും അതേ അവസ്ഥയാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ സമാഗമന കൂടാരത്തിൽ ആ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം കടന്നു പോയിരിക്കുന്നു. എന്നാൽ ആത്മീക ഇസ്രായേലിലായിരിക്കുന്ന നാം എപ്രകാരമാണ്? നമ്മുടെ പാപങ്ങളെ
നാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നുണ്ടോ? നാം മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? അതോ നമ്മൾ വിചാരിക്കുന്നത് ഈ ഭൂമി പഴയതുപോലെ ഇരിക്കുന്നു, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കുകയാണോ? ദൈവവചനം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു, കാലം അതിൻ്റെ അന്ത്യത്തോളം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെതായിട്ടുള്ള ആ വഴികളിൽ കൂടെ തന്നെ നാം മുന്നോട്ട് പോകണമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, അരക്കച്ച ധരിക്കണം. എന്താണ് അരക്കച്ച? സത്യം. അതായത് യേശുവിനെ ധരിക്കുന്ന ഒരനുഭവത്തിലേക്ക് നാം കടന്നു വരണം. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ട് അപ്രകാരം യേശുവിനെ ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആയിരിക്കാൻ തക്കവണ്ണം നാം ശ്രമിക്കുന്ന ഒരനുഭവത്തിലേക്ക് നാം കടന്നു വരണം. അനേകം ആളുകളും നമ്മുടെ അരികിലേക്ക് കടന്നു വന്ന് അവർക്ക് നല്ല വചനങ്ങളെ പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം, അപ്രകാരം നല്ല വചനങ്ങളെ പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതങ്ങളിൽ ഒരു മാറ്റമുണ്ടാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. കർത്താവായ യേശു ക്രിസ്തു ഈ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ അനേകം ആളുകളും അവൻ്റെ അരികിലേക്ക് കടന്നു വന്നിരുന്നു. ആ അനേകം ആളുകൾ എന്തിനാണ് കടന്നു വന്നത്? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം മനസ്സിലാക്കുവാൻ തക്കവണ്ണം, അവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം ഉണ്ടാക്കുവാൻ തക്കവണ്ണം. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ആശ്വാസം ഉണ്ടാകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ധരിക്കുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരണം. രണ്ടാമതായിട്ട് കവചം ധരിക്കണം. എന്താണ് കവചം എന്നുള്ളത്? നീതി, അതായത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആ ദൈവത്തിൻ്റെ നീതിയാണ് നാം ധരിക്കേണ്ടത്. എപ്രകാരമാണ് നമ്മെ ന്യായം വിധിക്കുവാൻ തക്കവണ്ണം പോകുന്നത്? ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ് നമ്മെ ന്യായം വിധിക്കുന്നത്. ഇന്ന് നമ്മൾ കോടതികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ന്യായാധിപന്മാർ എങ്ങനെയാണ് ന്യായം വിധിക്കുന്നത്? അവർക്ക് നിയമപുസ്തകങ്ങളുണ്ടാകും. എഴുതിയിരിക്കുന്ന നിയമങ്ങൾ പ്രകാരമാണ് നമ്മെ ന്യായം വിധിക്കുന്നത്. അതുപോലെ ദൈവത്തിനൊരു കൽപ്പനയുണ്ട്, ദൈവത്തിനൊരു നിയമപുസ്തകമുണ്ട്. അതിലെഴുതിയിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചാണ് നിന്നെ ന്യായം വിധിക്കുന്നത്. ദൈവം അപ്രകാരം ഇപ്പോൾ പരിശോധന ന്യായവിധി നടത്തിക്കൊണ്ടിരിക്കുന്നു. 1844 കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നുപോയി. ഇപ്പോൾ ആ ശുശ്രൂഷയിലായിരിക്കുന്നു. അത് നമ്മളെപ്പോഴും ഓർത്തുകൊള്ളണം. അതായത് ദൈവ കൽപ്പന എന്ന നീതി നമ്മുടെ കവചം ആയിരിക്കണം. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമ്മുടെ ചെരുപ്പെന്ന് പറയുന്നത് ആ ചെരുപ്പ് ധരിക്കുന്ന ഒരു അനുഭവത്തിലേക്കായിരിക്കണം. ചെരുപ്പെന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ സുവിശേഷത്തിനായിട്ടുള്ള ഒരു ഒരുക്കമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ സുവിശേഷത്തിനായിട്ട് ഒരുങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. അപ്രകാരം ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് വരുമ്പോൾ നല്ല പ്രതിഫലം നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം സാധ്യമായി തീരും. അതുപോലെ തന്നെ ഒരു പടയാളിയുടെ കയ്യിലായിരിക്കുന്ന പരിചയപോലെ നമ്മുടെ വിശ്വാസ ജീവിതം നാം ക്രമപ്പെടുത്തണം. നമ്മുടെ വിശ്വാസ ജീവിതം എപ്പോഴും ഒരു പരിചയമായിട്ടിരിക്കണം. എന്തിനാണ് ഒരു പടയാളി പരിചയം ഉപയോഗിക്കുന്നത്? കാരണം ആ ശത്രു അവൻ്റെ നേരെ ആക്രമിക്കുവാൻ വരുമ്പോൾ ഇതൊക്കെയും തടയുന്നതിന് വേണ്ടിയാണ് പരിച ഉപയോഗിക്കുന്നത്. ശത്രുവിൻ്റെ അസ്ത്രങ്ങളെ തടയുന്നതിന് വേണ്ടി പരിച ഉപയോഗിക്കുന്നു. അതായത് പിശാചിൻ്റെ ആ ഒരു ശത്രു നയങ്ങൾ, അതുപോലെ തന്നെ ആയുധങ്ങൾ നമ്മുടെ നേർക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം എന്ന പരിച അതിനെ നമ്മൾ എന്താണ് തടയുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം. അങ്ങനെ പരിചയമായിട്ട് നമ്മുടെ വിശ്വാസ ജീവിതം നാം മുന്നോട്ട് നയിക്കണം. അതുപോലെ തന്നെ ശിരാസ്ത്രം, നമ്മുടെ തലയിലെ ഹെൽമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയായിരിക്കണം. അത് നമുക്കറിയാം. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു, അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കണം നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഈ വാക്യങ്ങൾ എഴുതുമ്പോൾ ആ കാരാഗ്രഹത്തിൻ്റെ മുമ്പിലായിരുന്ന പടയാളിയെ നോക്കിക്കൊണ്ടാണ് ഈ വാക്യങ്ങളൊക്കെയും എഴുതിയിരിക്കുന്നത്. ഒരു പടയാളി യുദ്ധത്തിനായിട്ട് കടന്നു പോകുമ്പോൾ എപ്രകാരമാണോ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, അതുപോലെ നമ്മുടെ ആത്മീക ജീവിതത്തിലും നാം പ്രാധാന്യം കൊടുക്കുന്ന പൈതങ്ങളായിരിക്കണം. കാരണം അനുദിനം നാം യുദ്ധക്കളത്തിലാണ്, നാം ഇവിടെ ആയിരിക്കുന്നത് ഒരു പോരാട്ടത്തിലാണ് എന്ന് വേദപുസ്തകം
വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വാഴ്ചകൾക്കും അധികാരങ്ങളോടുമല്ല, ആ ദുഷ്ടാത്മസേനയോടാണ് നമ്മുടെ പോരാട്ടമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്രകാരം നാം പോരാടുമ്പോൾ നമുക്ക് മതിയായ സജ്ജീകരണങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി പറയുവാനുള്ളത് ആത്മാവിൻ്റെ വാൾ. ആത്മാവിൻ്റെ വാൾ എന്ന് പറയുമ്പോൾ, ആത്മാവിൻ്റെ വാൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം അനുദിനം സേവിക്കുന്ന ഒരു ദൈവ പൈതലായിട്ട് നാം മാറണം. അനുദിനം ദൈവ വചനം ഭക്ഷിക്കുന്ന, പാനം ചെയ്യുന്ന ഒരു ദൈവ പൈതലായിട്ട് മാറണം. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് വരുമ്പോൾ നമുക്ക് നല്ല പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ദൈവവചനം വായിക്കാത്ത ഒരു അനുഭവത്തിലാണ് എങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്നോ, ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണോ പറയുന്നത് മനസ്സിലാക്കാതെ ആ ശത്രുവിനകപ്പെട്ടു പോകുന്ന, പാപത്തിലേക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരനുഭവത്തിലേക്ക് നാം കടന്നു വരും. അപ്രകാരം ആയിരിക്കാതെ ദൈവത്തിൻ്റെ വചനമെന്ന വാൾ അനുദിനം ഭക്ഷിക്കുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് പൊരുതുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ബാക്കി ആ ഉള്ള പടയാളികൾ ഒക്കെയും ബാക്കിയുള്ള സജ്ജീകരണങ്ങളൊക്കെയും നമുക്ക് നൽകിയിരിക്കുന്നത് ഡിഫൻസീവിനായിട്ടാണ്. അതായത് അതിനെ ആരെങ്കിലും ശത്രു നമ്മെ എതിർക്കുവാൻ തക്കവണ്ണം കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണമാണ്. എന്നാൽ ആത്മാവിൻ്റെ വചനമെന്ന വാൾ നമുക്ക് ഉപയോഗിച്ച് ശത്രുവിനെ നിഗ്രഹിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരും. അപ്രകാരം ദൈവവചനം അനുദിനം ഭക്ഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേകം മനുഷ്യരും അതുപോലെ തന്നെ സാത്താനും ദൈവത്തെ പരീക്ഷിച്ചപ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ആത്മീക വചനങ്ങൾ ഉപയോഗിക്കുന്ന ഒരനുഭവത്തിലേക്ക് നാം കടന്നു വരണം. അപ്രകാരം നമ്മൾ ആത്മീക വചനങ്ങളെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ശത്രുവിനെ നിഗ്രഹിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരും. നമ്മെക്കാളും കൂടുതലായിട്ട് സാത്താന് വചനം അറിയാമെന്ന് നാം എപ്പോഴും ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഏഴാമതായിട്ട് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നതായിട്ടുള്ളൊരു മനോഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എപ്രകാരമാണ് നീ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥനയുടെ മനോഭാവം എന്താണ്? ആദ്യം ദൈവത്തിന് ബഹുമാനം കൊടുക്കണം. ദൈവത്തിന് മഹത്വം കൊടുത്തു വേണം നിന്റെ പ്രാർത്ഥന ആരംഭിക്കുവാൻ തക്കവണ്ണം. രണ്ടാമതായിട്ട് നിന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നതായിട്ടുള്ളൊരു മനോഭാവം നിന്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് നിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ലോകത്തിലെ നിന്നെ ദൈവം സംരക്ഷിച്ചതിന് വേണ്ടി ദൈവത്തോട് നന്ദി പറയുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു അനുഭവ കഥയിലേക്ക് നമ്മൾ നോക്കുകയാണ് എങ്കിൽ ദൈവം 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. എന്നാൽ 9 പേരും ദൈവത്തിൻ്റെ അരികിലേക്ക് മടങ്ങി വരാതെ അവരൊക്കെയും അവരുടെ സ്വന്തം കാര്യങ്ങൾക്കായിട്ട് മടങ്ങിപ്പോയി. എന്നാൽ ഒരുവൻ വന്ന് ദൈവത്തോട് നന്ദി പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളോട് കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി ഉള്ളവരായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അപേക്ഷകൾ ദൈവത്തോട് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ ഒരു മനോഭാവം നിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് നിന്നെ തന്നെ ശോധന ചെയ്തു നോക്കുക. ദൈവവചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന് കീഴടങ്ങുന്നതായിട്ടുള്ളൊരു മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പിശാചിനെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് നിലനിൽപ്പാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുകയുള്ളൂ. പിശാചിനെ എതിർത്ത് നിന്നുകൊണ്ട് ഈ യുദ്ധം നമ്മൾ നയിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കുവാൻ തക്കവണ്ണം സാധിക്കും. കാരണം അവൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നു. നമ്മെ വിഴുങ്ങുവാൻ തക്കവണ്ണം കടന്നു വരുന്നു. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം കടന്നു വരുന്നു. ദൈവകൽപ്പന അനുസരിക്കുവാൻ പ്രയാസമാണ് എന്ന് അവൻ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അങ്ങനെ അനേകം കാര്യങ്ങൾ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദാസനായ ഇയ്യോബ് എപ്രകാരമായിരുന്നു അതുപോലെ നമ്മളും ആയിരിക്കാൻ തക്കവണ്ണം പഠിക്കുക. കർത്താവായ യേശു ക്രിസ്തു എപ്രകാരമാണോ ഈ ഭൂമിയിലായിരുന്നത്, തൻ്റെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിച്ചത്,
അതുപോലെ നമ്മളും ആയിരിക്കുക. ഇവിടെ ഇയ്യോബിനെ വേലികെട്ടി സൂക്ഷിച്ചിരുന്നു. എന്നാൽ പലവിധമാകുന്ന പ്രതിസന്ധികൾ ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇയ്യോബ് അതിലൊന്നും പതറിപ്പോകാതെ എല്ലാം ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുന്ന ഇയ്യോബിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഒരു വിശ്വാസത്തിന്റെ വീരനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം വിശ്വാസ വീരനായി നിന്നുകൊണ്ട് തന്നെ വിശ്വാസ വീരന്മാരെ പോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളെയും ക്രമപ്പെടുത്തുക. അപ്രകാരം പാപത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ഈ ദൈവത്തിൻ്റെ ആ കവചങ്ങളൊക്കെയും സ്വീകരിച്ചുകൊണ്ട് ഒരു ദൈവ പൈതലായിട്ട് നിലനിൽപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക. കാലം അതിൻ്റെ അന്ത്യത്തോളം എത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വരവ് അത് വേഗം സംഭവിക്കുമെന്ന് വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നു. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പലപ്പോഴും ഒരുങ്ങാറുണ്ട്. നമ്മൾ ഒരു കുട്ടി ഒരിക്കൽ പറയുകയുണ്ടായി, ടീച്ചറെ ഞാൻ കാണുന്നു എല്ലാവരും കല്യാണത്തിന് പോകുമ്പോഴും അതുപോലെ തന്നെ മറ്റ് ഫങ്ഷൻസിനൊക്കെയും പോകുമ്പോൾ അവരായിരിക്കുന്ന ഡ്രസ്സിൽ നിന്നൊക്കെയും മാറ്റിയിട്ട് പുതിയ ഡ്രസ്സുകൾ ധരിച്ച് അവർ പോകുന്നത് ഞാൻ കാണുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്നത് ഞാൻ കാണുന്നില്ല. ദൈവത്തിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്ന ഒരവസ്ഥ ആ കുട്ടി പറയുന്നു ഞാൻ കാണുന്നില്ല എന്ന്. അപ്രകാരം ദൈവത്തിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്ന ഒരനുഭവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മളിൽ പ്രവർത്തിക്കുകയും അനേകം ആത്മാക്കളെ ദൈവസന്നിധിയിൽ നേടുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരും. നമ്മുടെ താലന്തുകളെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ നന്മകളെ നാം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അനേകം പേർക്ക് നല്ലൊരു മാതൃകകളായി നിന്നുകൊണ്ട്, നല്ലൊരു സത്യസാക്ഷിയായി നിന്നുകൊണ്ട് നിലനിൽക്കാം. അപ്രകാരം ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമ്മെ വഴി നടത്തും, ദൈവം നമ്മെ കരുതുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം നീ തയ്യാറാണോ? നിന്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിപ്പാൻ തക്കവണ്ണം നീ തയ്യാറാണോ? ഒരു സമർപ്പണത്തിൻ്റെതായിട്ടുള്ള മനോഭാവം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഒരാത്മീകമായിട്ടുള്ളൊരു അന്തരീക്ഷം നിന്റെ ജീവിതത്തിലേക്ക് ഒരുക്കി കൊണ്ടുവരിക. നിന്റെ തലമുറകൾക്ക് നല്ലൊരു മാതൃകയായിട്ട് നിലനിൽക്കുക. നിന്റെ തലമുറകൾക്ക് നല്ലൊരു സാക്ഷിയായിട്ട് നീ നിലനിൽക്കുക. കർത്താവായ യേശു ക്രിസ്തു നിനക്ക് ചെയ്തു തന്ന വൻ കാര്യങ്ങളെ ഓർക്കുക. അപ്രകാരം ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് നന്മ അനുഭവിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നു. പാപത്തിൻ്റെ ഈ കല്ല് ഉരുട്ടി മാറ്റിക്കൊണ്ട് ക്രിസ്തു നിന്നെ രക്ഷയിലേക്ക് നയിക്കുന്നു. പാപപങ്കുലമായിട്ടുള്ള ഈ ജീവിതത്തിൽ നിന്ന്, ചെളിക്കുണ്ടിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ച് ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. നീ തയ്യാറാണോ? നീ ദൈവത്തിന് വേണ്ടി നിലനിൽപ്പാൻ തയ്യാറാണോ? നീ ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിന് വേണ്ടി അവകാശിയാകുവാൻ തക്കവണ്ണം നീ തയ്യാറാണോ? ദൈവത്തോട് കൂടെ നടക്കുവാൻ തക്കവണ്ണം നീ തയ്യാറാണോ? നമ്മുടെ വിശ്വാസ വീരന്മാരെ പോലെ തങ്ങളുടെ സുഖലോലുപങ്ങളെ വെടിഞ്ഞുകൊണ്ട് ദൈവത്തിന് അനുരൂപമായിട്ട് നിലനിൽപ്പാൻ തക്കവണ്ണം നീ തയ്യാറാണോ? അങ്ങനെയാണ് എങ്കിൽ ദൈവം നിന്നെ കരുതും, ദൈവം നിന്നെ വഴി നടത്തും, ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.